നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ നഗരസഭയിൽ പോളിംഗ് കനത്തത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ ഇരുമുന്നണികളും ബിജെപിയും. കരിവള്ളൂർ പുത്തൂർ 4 സെന്റ് കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പോലീസ് കള്ളക്കേസിൽ കുടുക്കുന്നുവെന്നാരോപിച്ച് പെരുമ്പയിലും എടാട്ടുമുള്ള ചുമട്ടുതൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ചെറുകുന്ന് മുട്ടിൽ റോഡിൽ തണ്ണീർത്തടം നികത്തൽ വ്യാപകം. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയഗാഥ തീർക്കുകയാണ് കരിവള്ളൂർ പുത്തൂരിലെ വലിയ വീട്ടിൽ സജീവൻ. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. പയ്യന്നൂർ നഗരസഭയിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന വർധനവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ LDFും UDFും ബിജെപിയും. പയ്യന്നൂർ നഗരസഭയിൽ ഇത്തവണയുണ്ടായ കനത്ത പോളിംഗിൽ മുന്നണികൾ ഒരുപോലെ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ നഗരസഭയിൽ 3% പോളിംഗിന്റെ വർധനവാണ് ഉണ്ടായത്. 79.23% പോളിംഗ് ആയിരുന്നു കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയത്. ഇത്തവണ ഇത് 82.44% ഉയർന്നത്. പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് തങ്ങൾക്ക് അനുകൂലമെന്ന് മുന്നണികൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. നഗരസഭയിലെ കോറോം വില്ലേജ് പരിധിയിൽ മിക്ക ബൂത്തുകളിലും 90% അതിലധികമോ ആണ് പോളിംഗ് നടന്നത്. CPMന് സ്വാധീനമുള്ള ഈ വാർഡുകളിൽ മികച്ച ഭൂരിപക്ഷമാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. 9ാം വാർഡ് മുതിയലം, 10ാം വാർഡ് കാനായി എന്നിവിടങ്ങളിൽ 95% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14ാം വാർഡായ കൊക്കോട്ട് 98% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കുറി വൻ വിജയമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് LDF കൺവീനർ കെ രാഘവൻ പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 28 സീറ്റാണ് LDFന് ലഭിച്ചത്. ആ 28 സീറ്റിൽ എന്തായാലും വർധനവുണ്ടാവും. അതിന് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. കാരണം ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും അതുപോലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായിട്ട് നയങ്ങൾ, വിലക്കയറ്റം പോലെ, അതുപോലെ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള വർഗീയ വിഷം തുപ്പുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക സഹിഷ്ണുതയില്ലായ്മ, വ്യത്യസ്ത അഭിപ്രായം പറയുന്ന ആളുകളെ ആകെ വെടിവെച്ച് കൊല്ലുക, കശാപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് ഇന്ത്യയിലെ പൊതുവെയുള്ള അവസ്ഥ. പയ്യന്നൂർ നഗരസഭയിൽ സമാധാനപരമായാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ചെറിയ ഇടവേളകളിൽ ചില അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് സ്ഥിതിഗതികൾ ശാന്തമായി. നഗരസഭാ പരിധിയിൽ 23 പ്രശ്നബാധിത ബൂത്തുകളിലായി വൻ പോലീസ് സംഘമാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ LDFും UDFും ബിജെപിയും കണക്കുകൂട്ടലിന്റെ തിരക്കിലാണ്. 29 മുതൽ 31 വരെ വാർഡുകളാണ് ഇത്തവണ LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 28 വാർഡുകളിലായാണ് LDF വിജയിച്ചിരുന്നത്. അതേസമയം UDF ആകട്ടെ കഴിഞ്ഞ തവണ നടത്തിയ മുന്നേറ്റം ഇക്കുറിയും നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. 2005-2010 വർഷത്തിൽ 8 വാർഡുകളായിരുന്ന UDFന് 2010-2015 വർഷത്തിൽ ഇത് 16ആയി ഉയർന്നിരുന്നു. CPMന് ശക്തമായ സ്വാധീനമുള്ള വാർഡുകളിൽ പോലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. അതിന്റെ തുടർച്ച ഉണ്ടാകുമെന്നാണ് മണ്ഡലം പ്രസിഡന്റ് കെ ജയരാജ് പറയുന്നത്. പയ്യന്നൂർ നഗരസഭയിൽ UDF അട്ടിമറി വിജയം നേടും. ജനാധിപത്യ വോട്ടവകാശം നടന്നു കഴിഞ്ഞപ്പോൾ വിവിധ വാർഡുകളിൽ നിന്ന് ഞങ്ങൾ ശേഖരിച്ച കണക്ക് പ്രകാരം ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. കഴിഞ്ഞ 25 വർഷത്തെ നഗരസഭാ ഭരണത്തിന് അറുതി വരുത്തും. നല്ലൊരു വോട്ടെടുപ്പ് പ്രക്രിയ നടന്നിട്ടുണ്ട്. ജനാധിപത്യപരമായി ജനങ്ങൾ വോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കള്ളവോട്ടുകൾ പല കേന്ദ്രങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും UDF കേന്ദ്രങ്ങളിലൊക്കെ പ്രവർത്തകന്മാർ ഇപ്രാവശ്യം കള്ളവോട്ട് തടഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പ്രവർത്തകന്മാർ വളരെ ആവേശത്തോടു കൂടിയാണ് ബൂത്തുകളിൽ പ്രവർത്തിച്ചത്. അതിൻ്റെ വിജയം UDFിനുണ്ടാകും. 7ാം തീയതി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭരണമാറ്റം സുനിശ്ചിതമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പോളിംഗ് ശതമാനം വിലയിരുത്തിയ BJP പയ്യന്നൂർ നഗരസഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ലഭിച്ച മുന്നേറ്റം ഇത്തവണ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. കിഴക്കേ കണ്ടങ്ങാളിയിൽ SNDP സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP പിന്തുണ നൽകിയിരുന്നു. അന്നൂർ ഭാഗത്തും ചില വാർഡുകളും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. പയ്യന്നൂർ നഗരസഭയിൽ ഇക്കുറി വൻ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് M രവീന്ദ്രൻ പറയുന്നത്. എന്തു തന്നെയായാലും ഇത്തവണ ഒരു 4 സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ താമര വിജയിക്കുന്നില്ല കാര്യം ഉറപ്പാണ്. കാരണം ജനങ്ങളിൽ അത്ര കണ്ട് മാറ്റം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം മുഴുവൻ പ്രചരണ സമയത്ത്
BJPയെ ഏത് വിധത്തിൽ ജനങ്ങൾ കെട്ടിപ്പിടിക്കണം, ആശ്ലേഷിക്കണം എന്ന ആ ഒരു ത്വരയോടുകൂടിയാണ് ജനങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥികളെ കണ്ടതും BJP നേതാക്കൾ പോകുമ്പോഴുള്ള ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ രണ്ട് മുന്നണികളിലും കുറേ കാലമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ട് പഞ്ചായത്തായാലും അതുപോലെ മുനിസിപ്പാലിറ്റി ആയാലും അത് കണ്ട മുഖങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് എല്ലാം പുതുമുഖങ്ങളാണ്, എല്ലാം ചെറുപ്പക്കാരാണ്, നല്ല ശക്തിയും കെട്ടുറപ്പുള്ള ചെറുപ്പക്കാരാണ് BJPയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളായി നിന്നിട്ടുള്ളതും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് മിക്ക ബൂത്തുകളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി സംബന്ധിച്ചിടത്തോളം ഏതായാലും 4ഓളം ഡിവിഷനിൽ മുനിസിപ്പാലിറ്റി തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് തന്നെയായാലും വിജയം വരിക്കുന്ന നിലനിൽത്താണ് BJPയുടെ മുന്നോട്ടുള്ള പോക്ക്. അതുപോലെ തന്നെ മൊത്തം നിയോജക മണ്ഡലത്തിലും ഒരുപാട് മുന്നേറ്റങ്ങൾ, എന്തെങ്കിലും 2ാം സ്ഥാനത്തെങ്കിലും എത്തുന്ന ഒരുപാട് മുന്നേറ്റം. അത് മാത്രമല്ല പല സ്ഥാനാർത്ഥികളും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ഇത്തവണ ചില സമയത്ത് BJPയുടെ സ്ഥാനാർത്ഥികളായിരിക്കും എന്നതിൽ സംശയമുണ്ട്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ മാടായി ഗേൾസ് ഹൈസ്കൂളിൽ സുരക്ഷിതം. വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 8 പഞ്ചായത്തുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങളാണ് മാടായി ഗേൾസ് ഹൈസ്കൂളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 201 പോളിംഗ് കേന്ദ്രത്തിലാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. ആകെ 1,45,955 വോട്ടർമാരുള്ള ഇവിടെ 1,16,822 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതീവ സുരക്ഷയോടെയാണ് ഇവിടെ വോട്ടിംഗ് യന്ത്രം സൂക്ഷിച്ചിരിക്കുന്നത്. 10 പോലീസുകാരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. 7 പേർ ആയുധധാരികളായിരിക്കും. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. പഞ്ചായത്തിന്റെ ബൂത്തടിസ്ഥാനത്തിലാണ് വോട്ടെണ്ണൽ നടക്കുക. സ്ഥാനാർത്ഥികളെയും ഏജന്റുമാരെയും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കും. ശനിയാഴ്ച 10:30 പൂർണ്ണമായ റിസൾട്ട് ലഭ്യമാകും. ഈ മാസം 12 പുതിയ ജനപ്രതിനിധികൾ സ്ഥാനമേൽക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാസർഗോഡ് ജില്ലയിൽ ഐക്യജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടുമെന്ന് DCCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ മാധ്യമസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് 7-ാം തീയതി വ്യക്തമാകാൻ പോകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 2010 തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ ജില്ലയിൽ 20 ഗ്രാമപഞ്ചായത്തുകളാണ് ലഭിച്ചിരുന്നത്. ആ 20 ഗ്രാമപഞ്ചായത്തുകൾക്ക് പുറമേ ഇത്തവണ 4-5 ഗ്രാമപഞ്ചായത്തുകൾ കൂടി കൂടുതലായി നേടാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിയും. 2010 തെരഞ്ഞെടുപ്പിൽ നേടിയ 20 ഗ്രാമപഞ്ചായത്തുകൾക്ക് പുറമെ പടന്ന, വലിയ പറമ്പ, ഉദുമ, മൂളിയാർ, കിനാനൂർ, കരിന്തളം തുടങ്ങി 5ഓളം പഞ്ചായത്തുകളിൽ കൂടുതൽ UDF നേടും. ജില്ലാ പഞ്ചായത്തിൽ 16-ൽ 6 പേരുണ്ടായിരുന്നിടത്ത് ഇത്തവണ നിശ്ചയമായും ഐക്യജനാധിപത്യ മുന്നണി ഭരണം പിടിച്ചെടുക്കുമെന്നും CK ശ്രീധരൻ പറഞ്ഞു. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 ജില്ലയിലെ നഗരസഭകളിൽ 3 UDF അധികാരത്തിൽ വരും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി കൈവരിക്കാൻ പോകുന്ന ചരിത്ര വിജയത്തിന്റെ ചൂണ്ടുപലകയായി 7-ാം തീയതിയിലെ ത്രിതല പഞ്ചായത്ത് വിധിയെഴുത്ത് മാറുമെന്നും DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ, PV സുരേഷ്, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി C രവി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM വ്യാപകമായ അക്രമമാണ് നടത്തിയതെന്നും UDF ഉന്നത വിജയം നേടുമെന്നുള്ള വിഭ്രാന്തിയാണ് CPMനെ അക്രമത്തിലേക്ക് നയിച്ചതെന്നും സജി ജോസഫ് പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് KPCC ജനറൽ സെക്രട്ടറി. കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്നും പയ്യന്നൂർ, തളിപ്പറമ്പ് മേഖലകളിൽ UDF പ്രവർത്തകരെ വ്യാപകമായി ആക്രമിച്ചുവെന്നും UDF ഉന്നത വിജയം നേടുമെന്നുള്ള വിഭ്രാന്തിയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളിലേക്ക് CPMനെ നയിച്ചതെന്നും KPCC ജനറൽ സെക്രട്ടറി സജി ജോസഫ് പറഞ്ഞു. വ്യാപകമായി CPM നടത്തിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതിക്രമങ്ങൾ വളരെ ഗൗരവമായി കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ കാണുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വ്യാപകമായ അക്രമമാണ് കണ്ണൂർ ജില്ലയിൽ നിരവധി ബൂത്തുകളിൽ CPM നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പയ്യന്നൂർ മേഖലയിൽ, തളിപ്പറമ്പ് മേഖലയിൽ UDF വലിയ ഒരു മുന്നേറ്റം നടത്തുമെന്നുള്ള വിഭ്രാന്തിയാണ് CPM ഇത്തരത്തിൽ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും ഉൾപ്പെടെയുള്ള CPMൻ്റെ സ്ഥിരം ശൈലിയുമായി വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും മുന്നോട്ട് വരാൻ സാഹചര്യമൊരുക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രീതി, തെരഞ്ഞെടുപ്പ് സമ്പ്രദായം പൂർണ്ണമായും നവീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പിലെ
ജനപ്രാതിനിധ്യ നിയമം, അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ്, ഈ നിയമങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ്, ആ നിയമങ്ങളിലെ പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പ്രിസൈഡിംഗ് ഓഫീസർമാരും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും പല സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. കള്ളവോട്ട് തടയാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. കരിവള്ളൂർ പുത്തൂർ 4 സെന്റ് കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ഏക ആശ്രയമായ കുഴൽക്കിണറിൽ നിന്ന് വരുന്നതാകട്ടെ കലക്കവെള്ളവും. പുത്തൂർ 4 സെന്റ് കോളനിക്കാർ ദുരിതത്തിലാണ്. ആവശ്യം വേണ്ട കുടിവെള്ളം മുട്ടിയ നിലയിലാണിവർ. കോളനിയിൽ 10ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്നുമുണ്ട്. ഇവർ എന്തു ചെയ്യണമെന്നറിയാതെ ഉഴറുകയാണ്. കുടിവെള്ളത്തിന് ഏക ആശ്രയമായ കുഴൽക്കിണറിൽ നിന്ന് വരുന്നത് കലക്കവെള്ളവുമാണ്. ഇത് കുടിക്കാനോ കുളിക്കാനോ ഉപയോഗിക്കാൻ കഴിയില്ല. പാത്രത്തിൽ ഏറെ നേരം വെച്ച് തെളിയുമ്പോൾ ആ വെള്ളമെടുത്ത് പാത്രം കഴുകാമെന്ന് മാത്രം. മറ്റൊന്നിനും ഈ വെള്ളം കൊള്ളില്ല എന്നാണ് പ്രദേശത്തുകാർ പറയുന്നത്. ആ കിണറിൽ തീരെ വെള്ളമില്ല. ഇങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. ഇത് ഇപ്പോൾ ഇവിടെ ഒരു 8ഓളം കുടുംബങ്ങൾക്ക് കഴിഞ്ഞു കൂടാനുള്ള വെള്ളം വേണം. ഇപ്പം കറണ്ട് ഇവിടുന്നാണ് എടുക്കുന്നത്. മറ്റേ ഇതിൻ്റെ പൈസ അതായത് മാസത്തിൽ ഇവരെല്ലാം തരലാണ്. പൊതുവായി ഒരു കിണർ കൂടി ഇവർക്കുണ്ട്. അതാകട്ടെ ഇപ്പോഴേ വറ്റിക്കഴിഞ്ഞു. മഴക്കാലത്ത് മാത്രമേ ഈ കിണർ കൊണ്ട് ഇവർക്ക് ഉപയോഗമുള്ളൂ. ഇവരുടെ ദുരവസ്ഥ കണ്ടറിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്താണ് ഇത്തരത്തിൽ കുഴൽക്കിണർ കുഴിച്ചു കൊടുത്തത്. ഇതിനാവശ്യമായ വൈദ്യുതിയുടെ ബില്ല് ഇവർ പങ്കിട്ട് അടയ്ക്കാറാണ് പതിവ്. എന്തായാലും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന കോളനിവാസികളെ ബന്ധപ്പെട്ടവർ സഹായിക്കണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എ രൂപേഷിനെയും കാങ്കോൽ മണ്ഡലം സെക്രട്ടറി അക്ബർ അലിയെയും കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി ബ്ലോക്ക് പ്രസിഡന്റ് എ പി നാരായണൻ. പ്രസിഡന്റ് ജാതി രാഷ്ട്രീയം കളിക്കുകയാണെന്നും തങ്ങളെ പുറത്താക്കാൻ പ്രസിഡന്റിന് അധികാരമില്ലെന്നുമുള്ള വാദവുമായിരുന്നു രൂപേഷും അക്ബർ അലിയും രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പിൽ സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലാണ് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എ രൂപേഷിനെ സസ്പെൻഡ് ചെയ്തതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ പി നാരായണൻ അറിയിച്ചു. UDF സ്ഥാനാർത്ഥിക്കെതിരെ വ്യാപകമായ തോതിൽ LDFിലെ സ്ഥാനാർത്ഥിയുമായി യോജിച്ചുകൊണ്ട് പ്രചരണം നടത്തുകയും അദ്ദേഹത്തിനെതിരെ പ്രവർത്തനം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എ രൂപേഷിനെയും കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അക്ബർ അലിയെയും സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. പുറത്താക്കുകയും ചെയ്തതായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം യുക്തമായ നടപടി സ്വീകരിക്കും എന്നാണ് സംബന്ധിച്ച് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ 31ാം വാർഡായ കേളോത്ത് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായി കൂട്ടുചേർന്നുവെന്നും കടുത്ത അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ എ പി നാരായണൻ ജാതി രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും തങ്ങളെ പുറത്താക്കാൻ അധികാരമില്ലെന്നും ഈ പ്രശ്നം DCC പ്രസിഡന്റ് പോലും അറിഞ്ഞില്ലെന്നും എ രൂപേഷ് പറഞ്ഞു. പയ്യന്നൂരിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ വ്യക്തമായ ജാതി രാഷ്ട്രീയത്തിന് പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകളായി പയ്യന്നൂരിലെ രാഷ്ട്രീയ നേതൃത്വം മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് പയ്യന്നൂരിലെ ശക്തനായ യുവജന നേതാവായിരുന്നു അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ. ശശി വട്ടക്കോൽ ഈ കൈക്കരുണാകരനോടൊപ്പം DSCയിലേക്ക് പോവുകയും പിന്നീട് ഇടതുപക്ഷമായി സഹകരിക്കുകയൊക്കെ ചെയ്തപ്പോഴും അദ്ദേഹത്തെ പല ആളുകളും ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് പയ്യന്നൂരിലെ ചില ആളുകൾ, അതായത് എ പി നാരായണൻ അടക്കമുള്ള ആളുകൾ ശശി വട്ടക്കോൽ ഈ പാർട്ടിക്കകത്ത് വേണ്ട എന്ന തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. തീർച്ചയായും ശശി വട്ടക്കോലിനെ പൂർണ്ണമായും CPMൻ്റെ ഭാഗത്തേക്ക് ആക്കുന്ന കാര്യത്തിൽ വലിയൊരു പങ്ക് വഹിച്ചത് പയ്യന്നൂരിലെ വലിയ നേതൃത്വങ്ങളാണ്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ 2-3 തവണ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് കൗൺസിലറായിരുന്ന ശ്രീ പിലാക്കൽ അശോകൻ, അദ്ദേഹം ബ്ലോക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ ഇത്തവണ ബ്ലോക്ക് കമ്മിറ്റിക്കകത്ത് നിന്ന് മാറ്റി നിർത്തി. ഈ തെരഞ്ഞെടുപ്പിനകത്ത് പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന്, പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി.
അങ്ങനെ എല്ലാ മേഖലക്കകത്തും തികഞ്ഞ ജാതി രാഷ്ട്രീയത്തിന് ആണ് പയ്യന്നൂരിലെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേസമയം സസ്പെൻഡ് ചെയ്യപ്പെട്ട കാങ്കോൽ മണ്ഡലം സെക്രട്ടറി അക്ബർ അലിയും തുറന്നടിച്ചു. ചെറുപുഴ ബ്ലോക്കിന് മാത്രമാണ് അധികാരമുള്ളതെന്നും വ്യക്തിവൈരാഗ്യമാണ് തീർത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റായ AP നാരായണൻ ജാതി അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തകരെ തനിക്കെതിരെ താൻ ചെയ്യുന്ന അഴിമതികൾക്കും താൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കുമെതിരെ കോൺഗ്രസിൻ്റെ ആദർശം മുറുകെ പിടിച്ച് നടക്കുന്ന ഭാരവാഹികളെ അടിച്ചു പുറത്താക്കുക എന്ന ലക്ഷ്യം ഇത് വർഷങ്ങൾക്ക് മുമ്പിലേ തുടങ്ങി. ഉദാഹരണമായിട്ട് നമ്മൾ അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നിർണായക പങ്കുവഹിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു നേതാവായിരുന്നു. ആ അഡ്വക്കേറ്റ് ശശി വട്ടക്കോലിനെ പോലും ജാതിയുടെ അടിസ്ഥാനത്തിൽ ഈ വർണ്ണ സവർണ മേധാവിത്വത്തിൻ്റെ ഒരു ഇരയാണ് ഇന്ന് അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ. ഇന്ന് അഡ്വക്കേറ്റ് ശശി വട്ടക്കോലിൻ്റെ രാഷ്ട്രീയ സ്ഥിതി പയ്യന്നൂരിലെ ജനങ്ങൾക്കറിയാം. നല്ലൊരു പക്വതയുള്ള ഒരു നേതാവായി പയ്യന്നൂരിൻ്റെ ജനമനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നൊരു ബഹുമതി. ചെറുകുന്ന് മുട്ടിൽ റോഡിൽ തണ്ണീർത്തടം നികത്തൽ വ്യാപകം. സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് സമീപ പ്രദേശങ്ങളെ ബാധിക്കുന്ന ഈ ദുഷ്കൃത്യം. നാട് തിരഞ്ഞെടുപ്പ് ചൂടിൽ നീങ്ങുമ്പോൾ ഇതിനെ മുതലെടുത്ത ചെറുകുന്നിൽ തണ്ണീർത്തടങ്ങളും കൈപ്പാടുകളും വ്യാപകമായി നികത്തുന്നു. ചെറുകുന്ന് മുട്ടിൽ റോഡിൽ കണ്ടൽക്കാടുകൾ നശിപ്പിച്ചുകൊണ്ടാണ് തണ്ണീർത്തടം നികത്തുന്നത്. രാപ്പകൽ ഭേദമില്ലാതെ നിരവധി ലോഡ് ചരൽമണ്ണാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടിക്കാരുമെല്ലാം തിരഞ്ഞെടുപ്പ് തിരക്കിലായതിനാൽ ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും രംഗത്തില്ല. ചെറുകുന്നിലെ പുന്നച്ചേരി താവം മേഖലകളിലും വയൽ നികത്തൽ വ്യാപകമാണ്. ഇവിടങ്ങളിൽ ഡാറ്റാ ബാങ്കിൽപ്പെട്ട സ്ഥലങ്ങൾ വ്യാപകമായി നികത്തുന്നുണ്ട്. ചുരുങ്ങിയ ചിലവിൽ ഭൂമി വാങ്ങി മണ്ണിട്ട് നികത്തി ഇരട്ടി വിലയ്ക്ക് വിൽപ്പന നടത്തുകയാണ് പതിവ്. തണ്ണീർത്തടം നികത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പോലീസ് കള്ളക്കേസിൽ കുടുക്കുമെന്നാരോപിച്ച് പെരുമ്പയിലും എടാട്ടുമുള്ള ചുമട്ടുതൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. പയ്യന്നൂർ പോലീസ് ശത്രുതാ മനോഭാവമാണ് ചുമട്ടുതൊഴിലാളികളോട് പ്രകടിപ്പിക്കുന്നതെന്നും ഇതുമൂലം സ്വതന്ത്രമായി പണിയെടുക്കാൻ പറ്റുന്നില്ലെന്നും ആരോപിച്ചാണ് തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. നിസ്സാര കാര്യത്തിന് പോലും പോലീസ് യൂണിഫോമിലും അല്ലാതെയും വന്ന് അറസ്റ്റ് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നതായും തൊഴിലാളികൾ പറയുന്നു. പോലീസിന്റെ ഇത്തരത്തിലുള്ള നടപടി അവസാനിപ്പിക്കും വരെ സമരം തുടരാനാണ് തീരുമാനമെന്ന് PV കുഞ്ഞപ്പൻ പറഞ്ഞു. പയ്യന്നൂരിലെ ചുമട്ടുതൊഴിലാളികൾ ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്ക് സമരം നടത്തുകയാണ്. പണിമുടക്കിന് ആധാരമായ പ്രശ്നങ്ങൾ തൊഴിൽ ചെയ്യുന്ന അവസരത്തിൽ തൊഴിലാളികളെ പോലീസ് പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, അറസ്റ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കുക എന്ന ഒരൊറ്റ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ അനിശ്ചിതകാലത്തേക്കുള്ള പണിമുടക്ക് ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. എടനാട് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോയ അവസരത്തിൽ ജോലി കഴിഞ്ഞതിന് ശേഷം അറസ്റ്റിന് വഴങ്ങാം എന്ന് തൊഴിലാളികൾ പറഞ്ഞപ്പോൾ അത് കൂട്ടാക്കാതെ കണ്ട് ബലമായി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും ഭീകരമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷവും എടാട്ടുള്ള തൊഴിലാളികൾ ജോലിക്ക് പോയ അവസരത്തിൽ അവരെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ അവരെ പിറകെ പോലീസുകാർ ഓടിയതിൻ്റെ ഫലമായിട്ട് 4 തൊഴിലാളികൾ വീണ് മാരകമായി പരിക്കേറ്റ് വീട്ടിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കില്ല പയ്യന്നൂരിലെ പോലീസ് എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് അനുവദിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടത്. സമരം നീണ്ടുപോയാൽ പയ്യന്നൂരിലെ കയറ്റ് ഇറക്കുമതിയെ ഇത് സാരമായി ബാധിച്ചേക്കും. 55ാമത് ചെറുവത്തൂർ ഉപജില്ലാ കായികമേളയ്ക്ക് കാലിക്കടവിൽ തുടക്കമായി. നീലേശ്വരം CI KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ജാവലിൻ താരം ടിനൂട്ടി, സംസ്ഥാന ഡിസ്കസ് ത്രോ ചാമ്പ്യൻ പ്രേംസാഗർ എന്നിവർ ചേർന്ന് ദീപശിഖ സ്റ്റേഡിയത്തിൽ തെളിയിച്ചതോടെയാണ് കായികമേളയ്ക്ക് തുടക്കമായത്. തുടർന്ന് ചെറുവത്തൂർ AEO KP പ്രകാശ് പതാക ഉയർത്തി. നീലേശ്വരം CI KE പ്രേമചന്ദ്രൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. ഉന്നത കായിക താരങ്ങളായി മാറുന്നതിന് വേണ്ടി ഇത്തരം
സ്കൂൾ തലത്തിലുള്ള ഈ കായികമേളകൾ സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്നതല്ല. മേള വേറൊരു പ്രത്യേകത കൂടി പറഞ്ഞു കഴിഞ്ഞു. 400 മീറ്റർ ട്രാക്കിൻ്റെ ആദ്യത്തെ കായികമേളയാണ്. നിരവധി ഉദ്യോഗസ്ഥർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ചു. 100 മീറ്റർ, 1500 മീറ്റർ ഓട്ടം, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ഹൈ ജമ്പ്, ഡിസ്കസ് ത്രോ തുടങ്ങിയ ഇനങ്ങളിൽ ആദ്യ ദിനത്തിൽ മത്സരങ്ങൾ നടന്നു. സബ് ജില്ലയിലെ 76ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 2000ഓളം പ്രതിഭകൾ മേളയിൽ മാറ്റുരയ്ക്കും. 3 ദിവസങ്ങളായി നടക്കുന്ന മേള വെള്ളിയാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വലിയപറമ്പ് പഞ്ചായത്ത് കന്നുവീട് കടപ്പുറത്തെ BJP പ്രവർത്തകൻ കെ രാജന്റെ വീടിനു നേരെ കല്ലേറ്. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റായി പ്രവർത്തിച്ച രാജനോടുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന CPM, BJP വലിയപറമ്പ് പഞ്ചായത്തിൽ 8ഓളം വാർഡുകൾ മത്സരിക്കുന്ന സമയത്ത് ഭരണം നഷ്ടപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കും അവരുടെ വീടുകൾക്കും വ്യാപകമായ രീതിയിലുള്ള അക്രമവും അതുപോലുള്ള പ്രവർത്തനവും CPM ഏറ്റെടുത്തിരിക്കുന്നത്. മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന രാജൻ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ അക്രമികൾ ഓടി രക്ഷപ്പെടുകയാണെന്നും പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് കൊട്ടില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. നീലേശ്വരം കാർഷിക കോളേജ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ KM ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കളഞ്ഞുകിട്ടിയ പണം തിരികെ ഏൽപ്പിച്ച് യുവതി മാതൃകയായി. പയ്യന്നൂരിലെ സുഹറാബിയാണ് 22,000ഓളം രൂപ ഉടമസ്ഥന് നൽകി മാതൃകയായത്. മംഗലാപുരത്ത് ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ ആശുപത്രി ചെലവിനായി സുഹൃത്തിന്റെ പക്കൽ നിന്നും പണം വായ്പ വാങ്ങി പോകും വഴിയാണ് സുഹറാബിക്ക് പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ നിന്നും 22,500 രൂപ കളഞ്ഞു കിട്ടിയത്. ഉടനെ തന്നെ സുഹറാബി മുഴുവൻ തുകയും പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ നെറ്റ്വർക്ക് ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ നൽകിയ വിവരത്തെ തുടർന്ന് ഉടമയായ മാടക്കാൽ സ്വദേശി KP പത്മരാജനെ കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI മാരായ വിപിൻകുമാർ, പുരുഷോത്തമൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ തുക ഉടമസ്ഥന് കൈമാറുകയും ചെയ്തു. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയഗാഥ തീർക്കുകയാണ് കരിവള്ളൂർ പുത്തൂരിലെ വലിയ വീട്ടിൽ സജീവൻ. അരയ്ക്ക് കീഴ്പോട്ട് ചലനശേഷി നഷ്ടപ്പെട്ട ഇദ്ദേഹം ഇന്ന് ഒരു സോപ്പ് നിർമ്മാണ യൂണിറ്റിന് ഉടമയാണ്. പുത്തൂർ പെരുന്തട്ട വലിയ വീട്ടിൽ സജീവന്റെ അരയ്ക്ക് താഴെ തളർന്നിരിക്കുകയാണ്. നിന്ന നിൽപ്പിൽ നിന്ന് ഒന്ന് നീങ്ങണമെങ്കിൽ സജീവന് പരസഹായം വേണം. ഈ ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ചാണ് സജീവൻ ഒരു സോപ്പ് നിർമ്മാണ യൂണിറ്റ് തന്റെ കൊച്ചുവീട്ടിൽ ആരംഭിച്ചത്. സോപ്പ് പൊടി ഉണ്ടാക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കൾ ധർമ്മശാലയിൽ നിന്ന് ഒരാൾ സജീവന് എത്തിച്ചു കൊടുക്കും. ഭാര്യയും സജീവനെ സഹായിക്കാൻ സദാ സന്നദ്ധയാണ്. സോപ്പ് പൊടി കൂടാതെ പിനോയിലും സജീവൻ തന്റെ യൂണിറ്റിൽ ഉണ്ടാക്കുന്നു. നിർമ്മിച്ച വസ്തുക്കൾ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച വാഹനത്തിൽ ഭാര്യയാണ് വിൽപ്പന നടത്തുന്നത്. ഇങ്ങനെ തന്റെ ശാരീരിക അവശതകളെ മനോധൈര്യം കൊണ്ട് മറികടക്കുകയാണ് ഇദ്ദേഹം. ഒരു തമ്പാട്ടറാണ് സാധനം കൊണ്ടുതന്നെ. അവർ സാധനം ബസ്സിലൂടെ കൊണ്ടുതന്നിട്ട് ഇടുന്ന് നമ്മളാക്കുന്ന സാധനമാണ്. അതാക്കിയിട്ട് ഓരോ സാധനം മിക്സ് ചെയ്തിട്ടാണ് ആക്കുന്നത്. ഒരു സർപ്പ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു 7 സാധനം മിക്സ് ചെയ്തിട്ടാണ് സർപ്പിൻ്റെ പൊടി വാഷിംഗ് പൗഡർ ഉണ്ടാക്കുന്നത്. പിന്നെ അങ്ങനെ ഹാർപ്പിക്ക്, പെനോയിൽ ഇതെല്ലാം ഇടുന്നുണ്ടാക്കിയിട്ട് ഇവിടെ ഭാര്യയാണ് കൊണ്ടുപോകുക. രാമന്തളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യാഴാഴ്ച നടക്കുന്ന പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ മുന്നോടിയായി പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ ചിത്രരചനയും പ്രാദേശിക ചരിത്രരചനാ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 30ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. അറ്റ്ലസ് മാപ്പ്, ചിത്രരചനയും പ്രാദേശിക ചരിത്രരചനാ മത്സരങ്ങളും നടന്നു. പയ്യന്നൂർ സബ് ജില്ലാ സാമൂഹ്യ ശാസ്ത്രമേളയോടനുബന്ധിച്ചുള്ള അറ്റ്ലസ് നിർമ്മാണം, പ്രാദേശിക ചരിത്രരചന എന്നീ മത്സരങ്ങളാണ് ഇന്നിവിടെ നടത്തുന്നത്. പ്രാദേശിക ചരിത്രരചനയിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 16 കുട്ടികളും, അറ്റ്ലസ് നിർമ്മാണത്തിൽ 13 കുട്ടികളും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. നാളെയാണ് മേളയുടെ അനുബന്ധിച്ചുള്ള മറ്റു പരിപാടികളൊക്കെ. നാളെ ഷിൽ മോഡൽ, വർക്കിംഗ് മോഡൽ രാമന്തളി ഹൈസ്കൂളിൽ വെച്ച് നടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് ജീവനക്കാർ ഡിസംബറിൽ പണിമുടക്കും. മുന്നോടിയായി പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനം നടന്നു.
സ്വീപ്പർ, പിയൂൺ തസ്തികകൾ തുടങ്ങിയവ ഔട്ട്സോഴ്സ് ചെയ്യാതിരിക്കുക, ജോലി സമയം ഏകപക്ഷീയമായി വർദ്ധിപ്പിക്കാതിരിക്കുക, ആശ്രിത നിയമനം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അസോസിയേറ്റ് ബാങ്കുകളിൽ SBI അടിച്ചേൽപ്പിക്കുന്ന കരിയർ പ്രോഗ്രഷൻ പോളിസി നടപ്പാക്കുന്നതിനെതിരെയുമാണ് ഡിസംബർ 1-ാം തീയതി അസോസിയേറ്റ് ബാങ്ക് ജീവനക്കാരും 2-ാം തീയതി AIBEAയുടെ നേതൃത്വത്തിലും ഇന്ത്യയിലെ മുഴുവൻ ബാങ്ക് ജീവനക്കാരും ദേശീയ പണിമുടക്കം നടത്തുന്നത്. മുന്നോടിയായി ബാങ്ക് ജീവനക്കാർ SBT പയ്യന്നൂർ ശാഖയ്ക്ക് മുന്നിൽ നടത്തിയ പ്രകടനത്തിൽ NK സുരേന്ദ്രൻ, K മനോജ് കുമാർ, K പ്രേമചന്ദ്രൻ, R മധുകുമാർ, മുഹമ്മദ് കുഞ്ഞി, P സതീഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധ സൂചകമായി ജീവനക്കാർ ഉത്തരവിന്റെ കോപ്പി കത്തിക്കുകയും ചെയ്തു. കരിവള്ളൂർ A1 ക്ലബ് ആൻഡ് ലൈബ്രറി വനിതകൾക്കായുള്ള ആഭരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. A1 ഓഡിറ്റോറിയത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി TP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലാഭിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം, ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയിൽ ഉണ്ടാക്കണമെന്ന് നമുക്ക് തോന്നണമെങ്കിൽ നിശ്ചയദാർഢ്യം നമുക്കുണ്ടാകണം. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് CDTP സാമൂഹ്യ സേവന വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് വനിതകൾക്കായുള്ള ആഭരണ നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ A1 ലൈബ്രറി പ്രസിഡന്റ് NK വാസുദേവൻ അധ്യക്ഷനായി. A കുഞ്ഞിരാമൻ മാസ്റ്റർ, സുനിത VV, PC ജയസൂര്യൻ എന്നിവർ സംസാരിച്ചു. SN പോളിടെക്നിക് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കൺസൾട്ടന്റ് കുഞ്ഞിരാമൻ മാടായി പരിശീലന പരിപാടി വിശദീകരിച്ചു. ലൈബ്രറി വനിതാവേദി സെക്രട്ടറി K സതി സംബന്ധിച്ചു. നിരവധി വനിതകൾ പരിശീലനത്തിൽ പങ്കെടുത്തു. ഇനി മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഷാരൂഖ് ഖാൻ പാകിസ്ഥാൻ ഏജന്റാണെന്നും പാകിസ്ഥാനിലേക്ക് പോകണമെന്നും സംഘപരിവാർ നേതാവ് സ്വാതി പ്രാഞ്ചി പ്രതികരണങ്ങളിലേക്ക്. ഷാരൂഖ് ഖാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കറക്റ്റാണ് അയാൾ പറഞ്ഞത്. അസഹിഷ്ണുത ഇപ്പോൾ രാജ്യത്ത് ഉടനീളമുണ്ട്. അതിൻ്റെ പേരിൽ പോരെങ്കിൽ ഈ ശിവസേന പറഞ്ഞ ഇവരെല്ലാം ഷാരൂഖ് ഖാൻ്റെ പിക്ചർ ഒരുപാട് കാലമായിട്ട് കണ്ടിട്ട് ആനന്ദിക്കുന്നു. അന്നേരത്ത് ഇവർക്കൊന്നും അയാളുടെ സ്നേഹം ഉണ്ടായിന്. ഇപ്പോൾ രാജ്യത്തിൽ മൊത്തത്തിലൊരു വിപത്തിനെ പറ്റി പറഞ്ഞ സമയത്ത് ഇവർക്കൊന്നും ഇത്ര കൊള്ളേണ്ട ആവശ്യമില്ല. പിന്നെ ശിവസേന ഉണ്ടായത് അസഹിഷ്ണുതയുടെ പര്യായമാണ് അവർ. പണ്ട് VK കൃഷ്ണമേനോനെതിരായിട്ടാണ് ഈ സംഘടന ആദ്യമായിട്ട് ഉണ്ടാകുന്നത് ബോംബെയിൽ. VK കൃഷ്ണമേനോൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ചോദ്യം ചെയ്തുകൊണ്ട് മലയാളി എന്നില്ല അടിച്ചൊടിപ്പിക്കണമെന്നുള്ള നിലയിൽ അത് ആദ്യം തുടങ്ങിയത്. അതിപ്പോൾ വളർന്ന് കാലത്താക്കറെ കഴിഞ്ഞ് അയാളെ മരുമോനും മോനും ഏറ്റെടുത്തു. ഇപ്പോൾ സംഘടനയായി. ഇതാണ് സംഭവം. അയാൾ പറയും 100% ശരിയാണ്. ഷാരൂഖ് ഖാൻ തന്നെ പറഞ്ഞ ഈ വസ്തു എടുത്തു നോക്കിയാൽ അത് പാകിസ്ഥാൻ ചാരനാണെന്ന്, ഇതിൻ്റെ ചാര സംഘടനയുടെ ഇതാണെന്ന് പറയുന്നത് തന്നെ നമുക്കതിൽ നിന്ന് വളരെ വ്യക്തമാകുന്നുണ്ട്. നമ്മുടെ അസഹിഷ്ണുതയും വർഗീയ സ്പർദ്ധയും ഇതിനകത്ത് വരുന്നു എന്ന് തന്നെയാണ് ഇതിനകത്ത് ഉയർത്തി കാണുന്ന കാര്യം. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ശബ്ദം ഉയർന്നു വരേണ്ടതാണ്. ഈ ഇന്ത്യ നയത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഒരാൾ നമ്മൾ നല്ല ഇന്നത്തെ സംവിധാനത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം പറയുമ്പോൾ അയാൾ വിലയിരുത്തി അയാൾ പാകിസ്ഥാൻകാരനാണോ മറ്റൊന്ന് പറഞ്ഞത് ശരിയല്ല. അയാൾ ഇന്നത്തെ വ്യവസ്ഥയിൽ നമ്മൾ ഈ ഇന്ത്യ ഗവൺമെൻറ് ചില പരിസ്ഥിതിയിലും പ്രവർത്തനത്തിലും അതിൽ അയാളെ വിമുഖത അയാൾ പ്രഖ്യാപിച്ചു. അതിന് അത് ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാൻ നമുക്ക് ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ രേഖപ്പെടുത്തണം. ആ രേഖപ്പെടുത്തുമ്പോൾ അവർ രാജ്യദ്രോഹിയാണ് മറ്റൊരു ഇതാന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ഷാരൂഖ് അനുകൂലിക്കുകയാണ്. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ നഗരസഭയിൽ പോളിംഗ് കനത്തത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ ഇരുമുന്നണികളും BJPയും. കരിവള്ളൂർ പുത്തൂർ 4 സെന്റ് കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പോലീസ് കള്ളക്കേസിൽ കുടുക്കുന്നുവെന്നാരോപിച്ച് പെരുമ്പയിലും എടാട്ടുമുള്ള ചുമട്ടുതൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ചെറുകുന്ന് മുട്ടിൽ റോഡിൽ തണ്ണീർത്തടം നികത്തൽ വ്യാപകം. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയഗാഥ തീർക്കുകയാണ് കരിവള്ളൂർ പുത്തൂരിലെ വലിയ വീട്ടിൽ സജീവൻ.
ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.